Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, good morning. Okay. Yes, നമ്മള് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഫാർമസി അല്ലേ? അല്ല, യെസ്, ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കുറച്ചുകൂടി ബാക്കിയുണ്ട്, ഒരു 2 pages ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം കൺഫേം ചെയ്തോട്ടെ കേട്ടാ. അതായത് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്ററും ഓക്കെ ആണോ? എല്ലാ ചാപ്റ്ററും തീർന്നോ? ഫസ്റ്റ് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്ററും തീർന്നോ? ഒന്ന് കൺഫേം ചെയ്യണം. നമുക്ക് എന്താ പറയാ, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്. അപ്പൊ ആ എക്സാമിന്റെ അറ്റത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട്. എക്സാമിന്റെ ആ ഒരു അറ്റത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇത് ചാപ്റ്റർ എടുത്തില്ല, ഈ ചാപ്റ്റർ എടുത്തില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ലല്ലോ. യെസ്, വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവിടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ വെന്റിലേറ്റർ ബാക്കിയുണ്ട് അല്ലെ? ഓക്കെ. പിന്നെ സെക്കൻഡ് വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിൽ വെന്റിലേറ്റർ മാത്രമാണ് ഉള്ളത് ബാക്കി. ഓക്കെ, അത് ബിലു മിസ്സിന്റെ ആണ്, ബിലു മിസ് എടുക്കും. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളില് ടീച്ചേഴ്സ് എടുത്തോണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഉണ്ടോ? സെക്കൻഡ് മൊഡ്യൂളില് എടുക്കാത്ത ചാപ്റ്ററുകൾ, അതായത് ഇപ്പൊ എടുത്തോണ്ട് ഓൺഗോയിങ് ചാപ്റ്റേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ചാപ്റ്റർ ഏതൊക്കെയാ? ലബോറട്ടറി, ദെൻ റേഡിയോളജി, ലബോറട്ടറി, റേഡിയോളജി, വെന്റിലേറ്റർ. മൂന്നെണ്ണം എന്റെ മനസ്സിലിരിക്കട്ടെ. ലബോറട്ടറി, റേഡിയോളജി, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെയല്ലേ? അതെ. HAI, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ദെൻ മെഡിക്കൽ ടെർമിനോളജി. ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ? 5 ചാപ്റ്റർ അല്ലേ ഉള്ളൂ? ലബോറട്ടറി, റേഡിയോളജി, വെന്റിലേറ്റർ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, മെഡിക്കൽ ടെർമിനോളജി. 5 ചാപ്റ്റർ ആണുള്ളത്. സ്പില്ലേജ് വേസ്റ്റ്, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അതുണ്ട്. അപ്പൊ 6 ചാപ്റ്റർ ഉണ്ട് ബാക്കി അല്ലെ? ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ, എടുത്തോണ്ടിരിക്കുന്നത് റണ്ണിങ് ആണല്ലോ, അത് അവർ ചെയ്ത് തീർക്കട്ടെ. ഇനി ഇത് ഇത്ര എണ്ണം, 6 എണ്ണം മെഡിക്കൽ ടെർമിനോളജി, സോറി, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ 6 ചാപ്റ്റർ ആണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോ അയ്യോ ഇത് എടുത്തില്ല അത് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന്റെ ടൈം ആകുമ്പോഴേക്കും ക്ലോഷർ ടൈമിൽ നമ്മള് എന്താ പറയാ അവിടെ കിടന്ന് ആകെ ഇതാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷൻ വേണ്ടി ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തുടങ്ങും അടുത്ത ചാപ്റ്റർ, അത് മെഡിക്കൽ ടെർമിനോളജി ആണ്. ഓക്കെ, ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്റർ ഞാൻ തുടങ്ങുന്നത് ഞാനായിരിക്കും. ഇനി മറ്റുള്ള ടീച്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സിന്റെ ലെങ്ത്, അത് മെഡിക്കൽ ടെർമിനോളജി ഇത്തിരി ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പോ അത് അത്രയും മുഴുവൻ ചിലപ്പോ മറ്റവരുടെ ആ ചാപ്റ്റർ ഒക്കെ തീർന്നാല് ചിലപ്പോൾ ഇത് തീരില്ലായിരിക്കും, എങ്ങനെയെന്ന് അറിയില്ല. അത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് കൂടിയാണ്. അപ്പൊ നമ്മളത് ആരെങ്കിലും എന്റെ ബാക്കി ചിലപ്പോ ഏതെങ്കിലും ടീച്ചേഴ്സിന് ഒരു ചാപ്റ്റർ ഒക്കെ ഉള്ളൂ, അത് പെട്ടെന്ന് തീരുകയാണെങ്കിൽ അവരും കൂടി അതിനകത്ത് ജോയിൻ ചെയ്യും മെഡിക്കൽ ടെർമിനോളജി എടുത്ത് തീർക്കാനായിട്ട്. കാരണം മെഡിക്കൽ ടേംസ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വളരെ ഡീപ്പായിട്ട് നമുക്ക് അവിടെ പഠിക്കാനൊന്നുമില്ല. ഓൺലി ആ ടേംസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് തരും. ഓക്കെ, സോ അത് ചിലപ്പോൾ 1-2 പേരൊക്കെ ജോയിൻ ചെയ്തെടുക്കും. അല്ല അവരുടെ തീർന്നിട്ടില്ല എങ്കിൽ ഞാൻ തന്നെ അവസാനിപ്പിക്കും. ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, മെഡിസിൻസ് ഓർ മെഡിക്കേഷൻസ് ആർ ഡിവൈഡഡ്, ക്ലാസിഫൈഡ് ഇൻടു 4 രീതിയിലാണ് മെഡിക്കേഷൻസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യണം, സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 4 രീതിയിലാണ് മെഡിക്കേഷൻസിനെ, ഡ്രഗ്സിനെ എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, ഇൻഫ്ലമേബിൾ ഡ്രഗ്സ് ഉണ്ട്, ആൻഡ് ഓൾസോ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്.
അതിൽ ഫസ്റ്റ് വൺ ജനറൽ ഡ്രഗ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആൽഫബറ്റിക് ഓർഡറിൽ എന്ത് ചെയ്യണം, ക്യാബിനറ്റിൽ മരുന്നുകൾ ഓർഗനൈസ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ, ബിൻ കാർഡ്, ഓരോ മരുന്നുകളെയും ഡെപ്പിറ്റ് ചെയ്യുന്ന ബിൻ കാർഡുകൾ എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം പർച്ചേസ് ചെയ്തു, എത്ര എണ്ണം നമ്മൾ ഇഷ്യൂ ചെയ്തു, ഹോസ്പിറ്റലിന്റെ വാർഡിലായിക്കോട്ടെ ഔട്ട് പേഷ്യൻസിനായിക്കോട്ടെ, എങ്ങോട്ടേക്ക് ഡിസ്പെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര എണ്ണം ബാലൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നു. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന പുതിയതായിട്ട് വാങ്ങിക്കുന്ന മെഡിക്കേഷൻസ് അതിൽ നിന്ന് എത്ര എണ്ണം ഇഷ്യൂ ചെയ്തു, വാട്ട് ഈസ് ദ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര എണ്ണം ബാക്കിയുണ്ടത്. കാരണം എത്ര എണ്ണം ബാക്കിയുണ്ട് എന്നതിന്റെ ബേസിസിലാണ് ന്യൂ ഓർഡർ ഫോർ അല്ലെങ്കിൽ ന്യൂ പർച്ചേസിംഗ് ഓർഡർ ഇന്റന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പുതിയ മെഡിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റന്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു നോ ദ സ്റ്റോക്ക് അറ്റ് ഈച്ച് ലെവൽ. ഓരോ ലെവലിലും ഉള്ള സ്റ്റോക്ക് അറിയണം. ഈ ആഴ്ച അവസാനം എത്രയുണ്ട് സ്റ്റോക്ക് ലെവല്. അല്ലെങ്കിൽ ചിലപ്പോ വളരെ ഡിമാൻഡബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിൽ ചിലപ്പോ 1 or 2 ഡേയ്സിനിടയിലൊക്കെ നമുക്ക് സ്റ്റോക്ക് നോക്കേണ്ടി വരും. കാരണം കൂടുതൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു സ്റ്റോക്ക് സേഫ്റ്റി ലെവൽ ഉണ്ട്. ആ സേഫ്റ്റി ലെവൽ ആകുമ്പോഴേക്കും നമ്മൾ പുതിയ തന്നെ ഓർഡർ കൊടുക്കണം അല്ലെ. ക്രിട്ടിക്കൽ ലെവൽ ഉണ്ട്, ഡേഞ്ചർ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് എങ്ങാനും അവിടെ ഡിലേ വന്നാൽ എന്ത് പറ്റും, നമുക്കിവിടെ പേഷ്യൻസിന് കൃത്യമായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് സ്റ്റോക്ക് കാണിക്കണം, സ്റ്റോക്കിനെ ഡെബിറ്റ് ചെയ്യുന്ന ബിൽ കാർഡ് ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഷോർട്ട് എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് അറ്റ് ദ ഫ്രണ്ട് റോയിലും പിന്നീട് കൂടുതൽ എക്സ്പയറി ഉള്ള ഡ്രഗ്സ് അതിന്റെ ബാക്കിൽ വന്നിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ഡിസ്പെൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അത് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിസ്പെൻസ് ചെയ്യാനൊക്കെ അവർക്ക് എളുപ്പമായിരിക്കും. ആർക്ക്, ഫാർമസി കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക്, ഫാർമസിസ്റ്റുകൾക്ക്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഫോളോ ചെയ്യണം. ഇതെല്ലാം ഉണ്ടെങ്കിലും FIFO മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് വൈൽ ഡിസ്പെൻസിങ്. നമ്മള് മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന FIFO മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഡ്രഗ്സ് ഒക്കെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ ആളുകൾക്ക് കൊടുത്ത് തീർത്തോളണം. എക്സ്പയറി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഷുഡ് ബി ഡിസ്പെൻസ്ഡ്, അത് എടുത്ത് ഉപയോഗിച്ചോളണം. ആൻഡ് ഇഫ് ദർ ഈസ് എനി മെഡിസിൻ വിച്ച് ഹാവ് എന്താ പറയാ അതിന്റെ എക്സ്പയറി ടൈം ഒക്കെ ലാപ്സ് ആയിട്ടുള്ള എക്സ്പയറി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്പോസ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടേ ആ റൂൾസ് പ്രകാരമൊക്കെ അത് ഡിസ്പോസ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇതെല്ലാം ജനറൽ ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വിഭാഗം. അടുത്ത വിഭാഗം ഏതായിരുന്നു? സെക്കൻഡ് സ്റ്റോറേജിന്റെ ബേസിസിൽ രണ്ടാമതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് അല്ലെ. അതായത് കുറച്ച് നാർക്കോട്ടിക് ആയിട്ടുള്ള മയക്കുമരുന്നുകളുടെ മയക്കുമരുന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, നമ്മള് ആളുകൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നല്ല. അതായത് ചില അനസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ഹാവ് ടു ബി യൂസ്ഡ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? അത് ഷുഡ് ബി സം സ്പെഷ്യൽ ഡിഫറെന്റ് ഓർഗനൈസേഷൻ, പ്രത്യേകം ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ മാത്രം സൂക്ഷിക്കാനുള്ള ഓർഗനൈസേഷൻ വെച്ചാൽ അങ്ങനെയുള്ള പ്രത്യേക അറേഞ്ച്മെന്റ് തീർച്ചയായിട്ടും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റു മരുന്നുകളുടെ ഒക്കെ കൂടെ അല്ലാതെ കുറച്ച് എവിടെയെങ്കിലൊക്കെ മാറ്റിയൊക്കെ കൃത്യമായിട്ട് വെക്കണം. ലൈക്ക് നാർക്കോട്ടിക് ഡ്രഗ്സിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. മോർഫിൻ ഉണ്ട്, പെറ്റഡിൻ ഉണ്ട്, ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്. ഈ പെറ്റഡിനും മോർഫിനും ഒക്കെ എന്താ പറയാ പെയിൻ റിലീഫ് ആയിട്ടുള്ള മരുന്നുകളാണ്. വേദന സംഹാരി എന്ന് പറയില്ലേ, അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ഉള്ള മെഡിസിൻ ആണ് മോർഫിനും പെറ്റഡിനും ഒക്കെ. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെഡേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്, സെഡേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സോ ലൈക്ക് ദിസ് മെഡിസിൻസ്, ഇത്തരം ഡ്രഗ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ബിസിനസ് സംരംഭം എന്നൊക്കെ നമ്മൾ പറയും. അതല്ല, ഒരു പ്രത്യേക രീതിയിൽ മാറ്റി എവിടെയെങ്കിലും സൂക്ഷിക്കണം. അതിന് പ്രത്യേക വിഭാഗം എന്തെങ്കിലും മാറ്റി മറ്റു മെഡിസിൻസിന്റെ ഒക്കെ കൂടെ അല്ലാതെയൊക്കെ നമ്മൾ അതൊക്കെ എടുത്ത് കൂട്ടി കുഴക്കാതെയൊക്കെ അതിനുവേണ്ടി പ്രത്യേകം അറേഞ്ച്മെന്റ് ഉണ്ടാകണം. ഏത് മെഡിസിൻസിന്? നാർക്കോട്ടിക് ഡ്രഗ്സിന്. ഇനി പ്രിസൈസ് റെക്കോർഡിംഗ്, ഇതിന് കൃത്യമായ റെക്കോർഡിംഗ് വേണം. എന്ന് വെച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ അനാവശ്യമായിട്ട് ആളുകൾ എടുത്തുപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽസിലെ കൈകാര്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ അല്ലാതെ അവരറിയാതെ അങ്ങനെയൊക്കെ ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. പ്രിസൈസ് റെക്കോർഡിംഗ് ആണ്. എത്ര യൂണിറ്റ് എടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കാം. അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് അത്രയും തന്നെ ഉണ്ട്.
അല്ല അതിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രിസൈസ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ഫോർ നാർക്കോട്ടിക് ഡ്രഗ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി ഇത്തരം മെഡിസിൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടി സൂക്ഷിച്ചോളണം. അത് തന്നെ കൂട്ടി വെച്ചോളണം. അതായത് ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്, മറ്റ് കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പൊ ആ സാധനത്തിന് ഉപയോഗം വന്നിട്ടില്ല എങ്കിൽ അതൊക്കെ അത്തരം സാഹചര്യം ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തൊക്കെ അത് ലോക്കായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു റിമെമ്പർ ദീസ് തിങ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്, ഒന്ന് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഫോർ നാർക്കോട്ടിക് ഡ്രഗ്സ് ലൈക്ക് മോർഫിൻ, പെത്തഡിൻ ആൻഡ് ബാർബിട്രേറ്റ്സ്. ഇത്തരം മെഡിസിന് വേണ്ടി പ്രത്യേകം സ്ഥലം അതിനുവേണ്ടി ഒരുക്കുക. ഇനി ഇതിന്റെയൊക്കെ കൃത്യമായ റെക്കോർഡ്സ്, പ്രിസൈസ് റെക്കോർഡ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ഇത് എടുക്കുമ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് വേണം. ഇത് വാങ്ങിക്കുമ്പോഴും അതെത്ര കൊടുത്തു, ബാക്കി എത്രയുണ്ട്, കൃത്യമായി റെക്കോർഡ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓൾവേസ് they should be stored under lock and key. എപ്പോഴും അത് കൂട്ടി ഉള്ള രീതിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആയോ? നാർക്കോട്ടിക് ഡ്രഗ്സ് മനസ്സിലായോ? ഈ ഓരോ ഡ്രഗ്സിന്റെയും ക്ലാസിഫിക്കേഷനും ആ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ അത് ക്ലാസിഫൈ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സോ അടുത്തത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോകുകയാണ്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. See, some medicines are in the form of gas, chemicals, അല്ലെ? അത് ഗ്യാസ് രൂപത്തിലുള്ളത്. ഇത് ഇങ്ങനെ എന്താ പറയാ, നമ്മള് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ, അല്ലെ, പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട്, ലീക്ക് വന്ന് സ്പ്രെഡ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ ചില ഗ്യാസ് ഒക്കെ മിക്കവാറും എന്താ പറയാ, അത് ഓക്സിജനുമായിട്ട് അത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ചെറിയൊരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, സ്പാർക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, തീപിടുത്തം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഷുഡ് ബി ഹാൻഡിൽഡ് വിത്ത് കെയർ, എൻക്ലോഷറിൽ എന്ന് വെച്ചാൽ നന്നായിട്ട് വൃത്തിയായിട്ട് അടച്ചു ചുറ്റിയ പാത്രങ്ങളിൽ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടെയ്നേഴ്സ് തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കാം. അവിടെ ഈസിലി ഹാൻഡിൽഡ് തിങ്സ് എന്നാണ് പറഞ്ഞത്, ഒന്നുമില്ല. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ളതാണ്? സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഗ്യാസ്, ഇന്ന രീതിയിലുള്ള ഗ്യാസ്, പലതരത്തിലുള്ള ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. ഓക്സിജൻ അല്ലാതെ തന്നെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പല പല കണ്ടെയ്നേഴ്സിൽ കൃത്യമായി തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, ക്ലോസ്ഡ് ആയിട്ട്. ഇനി ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് മറ്റൊരു കാര്യമാണ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. എന്താ വെന്റിലേഷൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം സാധനങ്ങളുടെ ഒക്കെ പാക്കേജുകൾ അല്ലെങ്കിൽ എൻക്ലോസേഴ്സ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ചിലപ്പോൾ ലീക്ക് ആവാൻ സാധ്യതയുണ്ട്, പുറത്തേക്കൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ തങ്ങി നിന്നാൽ എന്താണ്, ചെറിയ ഒരു സ്പാർക്ക് ഒക്കെ മതി അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാനായിട്ട്. സോ ഇതിനൊരു അവോയ്ഡ് ഇറ്റ്, അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും. വെന്റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ സ്പ്രെഡ് ചെയ്താലും അങ്ങനെ അവിടെ തങ്ങി നിൽക്കില്ല, ഈ വെന്റിലേഷനിലൂടെ ഒക്കെ പൊക്കോളും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നിടത്ത് എന്തായാലും വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് വെച്ചാൽ തീപിടുത്തമുണ്ടായാൽ അത് എക്സോസ്റ്റ് ചെയ്യാനുള്ള, അത് കെടുത്താനുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ ചെറിയൊരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ ചില സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്? എന്താ അത്? ഹോസ്പിറ്റലില് തീപിടുത്തം ഉണ്ടായാൽ അത് ആ തീ അണയ്ക്കാനുള്ള ആ ഒരു കാര്യമാണ്. അതിന്റെ അകത്തുള്ള ആ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കുന്നത്. ഇത് സ്പെഷ്യൽ ആയിട്ട് എവിടെ വേണം? ഫാർമസിയില് കെമിക്കൽസ്, ഗ്യാസ്, അതുപോലെ തന്നെ സ്പിരിറ്റ് പോലെയുള്ള ഡ്രഗ്സ് എന്താ പറയാ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരം ഒരു ഈ പറയുന്ന ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം അവിടെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്നൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അത് എക്സോസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ എക്സോസ്റ്റ് ഫാൻസ്, വെന്റിലേഷൻ കൊടുക്കുന്നിടത്ത് കൂടാതെ അതിന് പകരം അതിനും എന്താ പറയാ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എക്സോസ്റ്റ് ഫാൻസ്, നമുക്കറിയാലോ ഇപ്പൊ നമ്മുടെ കിച്ചണിലൊക്കെ ആളുകൾ എക്സോസ്റ്റ് ഫാൻസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? എന്തിനാത്? അതിന്റെ അകത്തൊക്കെ നമ്മള് പല സാധനമൊക്കെ കുക്ക് ചെയ്യും, അതിന്റെ ഒരുപാട് ഗ്യാസ് ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ ചില ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, അല്ലെ? അപ്പൊ അതിൽ നിന്നും പല ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അതിന്റെ ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഇത് ഈ പറയുന്ന പോലെ സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഡിഫറെന്റ് എൻക്ലോഷേഴ്സ്. അത്രയും മതി.
പ്രത്യേകം എൻക്ലോസർ എന്ന് പറഞ്ഞാൽ അടച്ചുകൂടിയ സാധനങ്ങളിൽ ഉപയോഗിക്കണം, വെക്കണം. സഫീഷ്യന്റ് വെന്റിലേഷനും ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാൻസും എന്താ പറയാ എയർ പാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോട്ടെ. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ആണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ചില മെഡിസിൻസ് ഹോസ്പിറ്റൽസിൽ നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ചില മരുന്നുകൾ അല്ലാതെ തന്നെ ചില വലിയ ആളുകളുടെ മരുന്നുകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ നമ്മളോട് പറയും ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം എന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കേണ്ട ചില മരുന്നുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ആണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, ചില ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, പിന്നെ ലിവർ എക്സ്ട്രാക്ട്സ്, അതായത് ലിവർ എക്സ്ട്രാക്ട് തന്നെയാണ് കരളിൽ നിന്ന് എടുക്കുന്ന ചില എക്സ്ട്രാക്റ്റുകൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് കരൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, അതെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെ നമുക്ക് എന്തായാലും എന്താ പറയാ, ഇത് പല കാര്യങ്ങളും മരുന്നുകൾ ഉണ്ടാക്കാനോ അല്ല മരുന്നുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ലിവർ എക്സ്ട്രാക്ട് ഒക്കെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കണം. ആൻഡ് ആ കോൾഡ് സ്റ്റോറേജിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം? 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ആ ഒരു റേഞ്ചിലുള്ള റൂമിലായിട്ട് നമ്മൾ ആ ഒരു ഡ്രഗ്സ്, അത്തരം ഡ്രഗ്സുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. മനസ്സിലായോ? അത്രയും ഇത് കൊടുക്കണം നമ്മൾ, കൂള് കൊടുക്കണം. 15 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് 15% സൈനാണ് അവിടെ കിടക്കുന്നത്. മാറ്റിയിട്ടൊന്ന് ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാ നമ്മൾ ഇതാ ഡിഗ്രി സെൽഷ്യസ് ഒരു കൂട്ടിയിട്ടിട്ട് അതിന്റെ അടിയിൽ ഒരു സീൻ അല്ലെ, കുറച്ച് മുകളില് അല്ലെ 40 ഡിഗ്രി 60 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂളുകളിലൊക്കെ മാത്സ് ഒക്കെ പഠിക്കുമ്പോ ആംഗിളൊക്കെ വരയ്ക്കാൻ ഡിഗ്രി മെഷർമെന്റ് പഠിച്ചില്ലേ? ആ സാധനം തന്നെ. പക്ഷെ ഇവിടെ ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കൂളിംഗ് കിട്ടുന്ന രീതിയിൽ ആണ് ആന്റിബയോട്ടിക്കുകളായിട്ടുള്ള വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ്, ആന്റിബയോട്ടിക്കുകളൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the room should be air conditioned with a temperature control facility. ടെമ്പറേച്ചറിനെ അധികം ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എയർ കണ്ടീഷൻ റൂമിലാണ് ഇത്തരം മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എയർ കണ്ടീഷൻഡ് റൂംസ് ആണ് എന്തിനു വേണ്ടത്? നമ്മളുടെ ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഡ്രഗ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. AC ഉള്ള രീതിയിലായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്താണ്? ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറംസ് ആൻഡ് ഹോർമോൺസ് അതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനും പ്രത്യേകം കൂളിംഗ് വേണം. പക്ഷെ അതിന്റെ കൂളിംഗ് ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി, അത് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള കൂളിംഗ് ആണ് അതിന് വേണ്ടത്. അപ്പൊ ഡീപ്പ് ഫ്രീസേഴ്സോ അല്ലെങ്കിൽ വാക്കിൻ കൂളറോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാം. കുറച്ചുകൂടി തണുപ്പ് കൂടുതൽ വേണം. മറ്റേത് 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി മതി ആന്റിബയോട്ടിക്സിനും വൈറ്റമിൻസിനും ലിവർ എക്സ്ട്രാക്ട്സിനൊക്കെ. പക്ഷെ അടുത്തത് നമ്മുടെ വാക്സിനുകള്, പിന്നെ സെറ, അതുപോലെ തന്നെ ഹോർമോൺസ്, ഇതിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എന്താ പറയാ, കുറച്ചുകൂടി കൂടുതൽ ഡീപ്പ് ഫ്രീസിങ് ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂളറോ ഡീപ്പ് ഫ്രീസറുകളോ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന്റെ ആ മെഷർമെന്റ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞത് 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റും അണ്ടർലൈൻ ചെയ്തേക്ക. എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്തേക്ക കേട്ടാ. പിന്നെ ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ചില ഡയൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്, അതൊക്കെ ഇപ്പൊ മിക്കവർക്കും ഉണ്ട്. ഇന്ന ഓരോ സ്ഥലത്തും അത് ഡെപ്പിക്ട് ചെയ്യുന്ന ഡിജിറ്റൽ സിസ്റ്റത്തിലൊക്കെ ഇപ്പൊ ടെമ്പറേച്ചർ എന്താ പറയാ ഡിസ്പ്ലേ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടേ. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ആ ടെമ്പറേച്ചർ അധികമായി പോവുക അല്ലെങ്കിൽ കുറെ താഴ്ന്നു പോവുക, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ഡയൽ തെർമോമീറ്റർ ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ ചാർട്ടിങ്. എത്രയാണ് ടെമ്പറേച്ചർ ഇതിന്റെയൊക്കെ ഒരു കൃത്യമായി ചാർട്ട് കാണിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കണം കോൾഡ് സ്റ്റോറേജിൽ കീപ്പ് ചെയ്യേണ്ട ഡ്രഗ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് വരെ മനസ്സിലായോ? എനി ഡൗട്ട്? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ് സിസ്റ്റം.
ഹോസ്പിറ്റലില് ഫാർമസിയില് മരുന്നുകൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 4 ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. 4 ക്ലാസിഫിക്കേഷനും പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മരുന്നുകൾ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ജനറൽ ഡ്രഗ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കീപ്പ് ചെയ്യണം, അതെങ്ങനെ എടുത്തു കൊടുക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് എങ്ങനെ കീപ്പ് ചെയ്യണം, അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ റെക്കോർഡിങ്, അത് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത്. അതുപോലെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിനെ ഓരോന്നും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയില് ഹൗ ദ മെഡിക്കേഷൻ പ്രൊസീജിയർ ഈസ് ക്യാരിഡ് ഔട്ട്. എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ മെഡിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കുന്ന രീതി കേട്ടോ, മരുന്ന് കൊടുക്കുന്ന രീതി, ആ രീതിയാണ് ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് ഹോസ്പിറ്റൽ ഫാർമസിയില് മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത്? ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്നു, രജിസ്ട്രേഷൻ കൗണ്ടറിൽ, അതായത് നമ്മളുടെ റിസപ്ഷനിൽ പോയിട്ട് എന്താ പറയാ പേര് ഇരിക്കുന്നു, ചീട്ടെടുക്കുന്നു, ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ കണ്ടു കഴിയുമ്പോഴേക്കും എന്താ പറയാ ഇവിടുന്ന് മരുന്ന് വെച്ചിട്ടുണ്ടാവോ? അതിന്റെ പ്രൊസീജിയർ ഉണ്ട് അല്ലെ. അപ്പൊ ഡോക്ടേഴ്സ് ഹാവ് ടു പ്രിസ്ക്രൈബ് ദ മെഡിസിൻ. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അതാണ് എഴുതിച്ചത് ഒന്നാമത്തെ രീതി. അതായത് എങ്ങനെയാണ് ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ഇൻപേഷ്യൻസിന്റെ ആണ് പറഞ്ഞേങ്ങളെ, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് മരുന്നുകൾ അവരുടെ ക്യാബിനിലേക്ക് അല്ലെങ്കിൽ വാർഡുകളിലേക്ക് എത്തുന്നത്. ആ മെഡിക്കേഷന്റെ പ്രൊസീജിയറുകൾ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റിന്റെ അല്ല, ഓക്കെ, ഇൻപേഷ്യൻസിന്റെ. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കുറച്ച് സ്റ്റെപ്പൊക്കെ ഔട്ട് പേഷ്യൻസിനും ഇങ്ങനെ തന്നെയൊക്കെയാണ്, ബാധകമാണ്. പക്ഷെ ഇൻപേഷ്യൻസിന്റെ ആണ് ഇതിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇൻപേഷ്യൻസിന് ഹൗ ദ മെഡിക്കേഷൻ പ്രൊസീജിയർ ഈസ് ക്യാരിഡ് ഔട്ട്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ്. ഒന്ന്, ആദ്യത്തെ പോയിന്റ് എന്താ? ഡോക്ടർമാര് ആ മെഡിസിൻ, ഞാൻ രോഗിയായിട്ട് ചെല്ലുന്നു, രോഗവിവരമൊക്കെ പറയുന്നു, കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നു, ഇന്നതുണ്ട് അതുകൊണ്ട് ഇന്നത് ഒഴിവാക്കണം, ഇങ്ങനെയാണ് കുറച്ചേരം നടക്കണം എന്നൊക്കെ നമ്മളോട് പറയുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവര് മരുന്ന് കുറിക്കും. അപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഈസ് ഡൺ ബൈ ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഈ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ്, ആ പ്രിസ്ക്രിപ്ഷൻ ഫോം cannot be read by each and every common man, അല്ലെ? ഒരു സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ. പറ്റാറുണ്ടാ? വായിക്കാറുണ്ടാ? ആദ്യത്തെ അക്ഷരം കാണും, പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു വരയായിരിക്കും അല്ലെ. നമുക്ക് ചിലപ്പോൾ പെട്ടെന്നത് മനസ്സിലാകില്ല, നമുക്ക് നല്ല ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇനി ഡോക്ടേഴ്സ് ആയവർക്ക് മനസ്സിലാകുമായിരിക്കും, പിന്നെ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിനും ചിലപ്പോൾ മനസ്സിലായിരിക്കും. എന്നാൽ ഈ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് എന്ത് ചെയ്യാണ്? ഒരു നഴ്സ് അതിന് വേണ്ടിയിട്ടുണ്ട് ഹോസ്പിറ്റൽസ്, നിങ്ങൾക്ക് അറിയോ എന്നെനിക്കറിയില്ല. എന്തുണ്ട്? ഈ ഒരു ഇലക്ട്രോണിക് മെഷീന്റെ ഹെൽപ്പോട് കൂടി ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യും ടു ദ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിന്റെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക്, എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യും. എങ്ങനെ? ഈ ഇലക്ട്രോണിക് എന്താ പറയാ മെഷീന്റെ ഹെൽപ്പോട് കൂടി. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്, there are some nurses who handle to transcribe such prescriptions using an electronic machine to the hospital information system. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് കൈമാറാൻ വേണ്ടി ആ ഡോക്ടേഴ്സ് എഴുതിയിരിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസിനെ ഒരു ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ നഴ്സസ് എന്ത് ചെയ്യുന്നു? അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി എഴുതുക അല്ലെ, മാറ്റി അതിനെ റീഡബിൾ ഫോമിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വായിച്ചു എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ചോദിക്കണം. അങ്ങനെ ഒരു ആള്, അങ്ങനെ ഒരു നഴ്സ് ഹോസ്പിറ്റൽസിലുണ്ട്, ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അങ്ങനെ ഒരാളുണ്ട്, എന്തോ ഉള്ളതാണല്ലോ എന്ന് പറയുന്നത്, ഒന്ന് അന്വേഷിച്ച് നോക്കണോട്ടാണ്. എന്റെ അറിവിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി യെസ് ഉണ്ടെന്ന് മനസ്സിലായി. യെസ്, ഇനി എന്താണ് ആ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അത് ആ ഇലക്ട്രോണിക് മെഷീന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ശരിയായിട്ടുള്ള റീഡബിൾ ഫോമില്, എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇന്ന മെഡിസിൻ ആണ് അന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കമ്പ്യൂട്ടറിനും അത് പറഞ്ഞു കൊടുക്കുന്നു. ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്കാണല്ലോ. കാരണം ഇപ്പൊക്കെ എല്ലാം അങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് കുറിക്കുന്ന മരുന്ന് ഇങ്ങനെ ചാർട്ടിൽ മാത്രമൊന്നുമല്ല, അവരവരുടെ സിസ്റ്റത്തിൽ എന്നത് ശരിയും. അതെന്നിട്ട് ഹോസ്പിറ്റലിലെ തന്നെ പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആക്കേണ്ട നമ്മുടെ സിസ്റ്റം ഇല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സിസ്റ്റം ഒക്കെ ചിലപ്പോ ഫാർമസിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ അവിടേക്ക് അവര് ഷെയർ ചെയ്ത് കൊടുക്കും. ഇന്ന മെഡിസിൻ ആണ്, ഇന്ന ആൾക്ക് ആളുടെ പേരും മറ്റേ ഐഡി ഒക്കെ വെച്ചിട്ട് ഇന്ന ആളുടെ പ്രിസ്ക്രിപ്ഷൻ ആണ് എന്ന് പറയാൻ കൊടുക്കും. അതെന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. അടുത്തത് എന്താ?
അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മരുന്ന് കുറിച്ചത് എത്തിയിട്ടുണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫാർമസിയിലെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, അവിടുത്തെ ആ ഫാർമസിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന സ്റ്റാഫ് യൂസിംഗ് ദിസ് ഇലക്ട്രോണിക് മെഷീൻ നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ ഓൺ ടു ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. ഈ മെഡിക്കൽ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് ആ പ്രിസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രൈബ് ചെയ്തത് അല്ലെ, അത് എന്ത് ചെയ്യുന്നു, ഒരു മെഡിക്കേഷൻ ഓർഡർ ആയിട്ട് ഓർഡർ ഷീറ്റ് പ്രിന്റഡ് ഫോമിലേക്ക് അതിനെ എടുക്കുന്നു. അതിന്റെ പ്രിന്റ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ട്രാൻസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് അപ്പൊ നമ്മളെ ശരിക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഓർഡർ ആയിട്ട് വന്നിരിക്കുന്ന മെഡിസിൻ ഓർഡർ ഷീറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഓർഡർ ഷീറ്റ് പ്രകാരം ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ ഓർ മെഡിസിൻസ് ഫ്രം ദ ഷെൽഫ് ആണ് കേട്ടോ. തെറ്റുണ്ട്, സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. തേർഡ് പോയിന്റില് ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി obtain medicine from the shelf എന്നാണ്. എന്തെങ്കിലും ഇവിടെ മീഡിയൻ ഒന്ന് മാറ്റാമോ, അതൊന്ന് വിട്ടാമോ? നിങ്ങളുടെ കറക്റ്റ് ആണോ എന്ന് നോക്കിയത്. അത് ചിലപ്പോ മാറ്റാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, മാറ്റി ഓക്കെ ആണ്. ഓക്കെ, അതെ തെറ്റവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ എടുക്കുമ്പോ. ഇതിപ്പോ ഞാൻ കുറെ നാളുകളായി ഈ ചാപ്റ്റർ ഞാൻ എടുക്കാറില്ല, ആദ്യം ഏതോ ഒരു ബാച്ചിന് മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നത്. അപ്പൊ അതിനകത്ത് തെറ്റ് വന്നത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പൊ ഈ മെഡിസിൻസ് എന്ത് ചെയ്യുന്നു, ഈ മെഡിക്കേഷൻ ഷീറ്റ് ഒക്കെ എടുത്ത് വെച്ച് ആ ഓർഡർ എടുത്ത് വെച്ച് ഡിസ്പെൻസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ റാക്സിലൊക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്ന മെഡിസിൻസ് ഈ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മെഡിസിനൊക്കെ അവിടെ പോയിട്ട് ഈ ഷീറ്റ് വെച്ചിട്ട് അവരതിൽ നിന്ന് പോയി എടുക്കുന്നു. ആ ഷെൽഫുകളിലൊക്കെ പോയി തപ്പി പിടിച്ച് എടുത്ത് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കും. സ്റ്റെപ്പ് മനസ്സിലായോ? ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് അതിന് ബന്ധപ്പെട്ട നഴ്സ് അത് ഇലക്ട്രോണിക് മെഷീന്റെ ഹെൽപ്പോട് കൂടി അതിന് എന്ത് ചെയ്യുന്നു, HIS നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് അതിന് റീഡബിൾ ആകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആ മെഷീൻ പ്രകാരം ട്രാൻസ്ക്രൈബ് ചെയ്ത മെഡിസിൻസിനെ പ്രിന്റഡ് ഫോമിലേക്കുള്ള മെഡിക്കേഷൻ ഷീറ്റ് ഓർഡർ ആയിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നു. ഈ പ്രിന്റ് ഔട്ട് വെച്ചിട്ട് ഡിസ്പെൻസേഴ്സ് ഷെൽഫിൽ നിന്നും ആവശ്യമായ മെഡിസിൻസ് കൃത്യമായ ഓർഡറിൽ അത് എടുത്ത് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കും. 3 കഴിഞ്ഞാ അപ്പൊ അത് ഒരു പ്രൊസീജിയർ ആണ്. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോണേ. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? അത് ഓരോരുത്തർക്കും എന്താ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, അതുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നില്ല. ഈച്ച് ആൻഡ് എവറി പോയിന്റിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്ത മെഡിസിൻസ് പിന്നെ എന്താ ചെയ്യണ്ടേ? ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ കവറുകളില് അല്ലെ, എന്താ പറയാ, ചെറിയ പാക്കറ്റ്സ് ആയിട്ടുള്ള സ്മോൾ മെഡിക്കേഷൻ കാർട്ട് ഇടാൻ പറ്റുന്ന സാധനം അതില് എന്ത് ചെയ്യും, അതിൽ കൊണ്ടു വയ്ക്കും. മറ്റേ അതിനു മുമ്പ് ഈ മെഡിസിൻസ് ഒക്കെ കൊണ്ടിട്ട് ഒരു ചെറിയ കാർട്ട്, ഒരു ചെറിയ എന്താ പറയാ പാത്രമില്ല ട്രേയൊക്കെ പോലത്തെ അതിൽ കൊടുന്ന് ഈ മെഡിക്കേഷൻ ഷീറ്റ് പ്രകാരം ഈ ഓർഡറും അതിന്റെ മുകളിൽ മെഡിസിൻസും ഒക്കെ കൊടുന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ കൊടുന്ന് വെക്കും. മനസ്സിലായോ? ഗുളിക ആണെങ്കിൽ അത് അല്ലെങ്കിൽ അത്. അപ്പൊ ഈ മെഡിക്കേഷൻ ഷീറ്റിനോടൊപ്പം തന്നെ അതിനകത്ത് അവിടെ കൊടുന്ന് വെക്കും. ആ ഒരു ട്രേയില് അല്ലെങ്കിൽ ആ ഒരു കാർട്ടില് ഒരു ചെറിയ പാത്രമൊക്കെ പോലത്തെ എന്തെങ്കിലും സാധനം അതിൽ വെക്കും. അതിനുശേഷം ഫാർമസിസ്റ്റുകള് ഇവിടെ ടേബിളിലൊക്കെ ഇരിക്കുന്നവര് എന്ത് ചെയ്യുന്നു, ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മെഡിസിൻസ് എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യും. ഈ ഷീറ്റ് പ്രകാരം ഈ പ്രിന്റഡ് ഫോം പ്രകാരം എടുത്തിരിക്കുന്ന മെഡിസിൻസ് വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. മെഡിസിൻ മാറിപ്പോയ പണി പാളും. അതുകൊണ്ട് അത് മാറാതിരിക്കാൻ ഇവരെന്ത് ചെയ്യും, ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യും. ഇത് മെഡിസിൻ ഇത് തന്നെയാണ്, ഓക്കെ ഇതാണ് കറക്റ്റ്. അവര് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം അത് ചെറിയ ബാഗ്സിൽ ചെറിയ കുഞ്ഞു കവറുകളിലെ ആ മെഡിസിൻസ് അലോങ് വിത്ത് ദ നെയിം ഓഫ് ദ മെഡിസിൻ, മെഡിസിന്റെ പേര് പ്രകാരം അതൊക്കെ അതിനകത്ത് ഇട്ട് കൃത്യമായിട്ട് ലേബലിംഗ് അല്ലെ, ലേബലിംഗും ചെയ്യുന്നു. പണ്ടൊക്കെ പേര് നമ്മളുടെ പേര് എഴുതിയിട്ടായിരുന്നു ഈ കവറിൽ തന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്ത് ചെയ്യും, ആ മരുന്ന് ഇട്ടതിന് ശേഷം മെഡിസിൻ ഇട്ടതിന് ശേഷം അതിന്റെ പുറത്ത് എത്ര നേരം കഴിക്കണം അതിങ്ങനെ ഇടും. ബിഫോർ ഓർ ആഫ്റ്റർ ഫുഡ് അതും കൃത്യമായിട്ട് ടിക്ക് ചെയ്തൊക്കെ തരും അല്ലെ. കൂടാതെ അതിനകത്ത് ഏത് മെഡിസിൻ ആണെന്ന് കൂടി ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ മരുന്ന് കഴിക്കുന്നു. ചില മെഡിസിൻ 3 നേരം കഴിക്കുന്നുണ്ട്, ചില മെഡിസിൻ ഒരെണ്ണം മാത്രം കഴിക്കേണ്ടത്, ഒരു ദിവസത്തിൽ ഒരെണ്ണം മാത്രം.
ഇനി നമ്മള് വീട്ടിൽ പോയി അതെടുത്ത് കഴിച്ചു, നമ്മൾ ഇടുന്ന കവർ മാറിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. നമ്മൾ എടുത്ത് കഴിച്ചു, 3 നേരം കഴിക്കേണ്ട മരുന്ന് കൊണ്ടായി 1 നേരം കഴിക്കേണ്ടത്, ഒരെണ്ണം കഴിക്കേണ്ടത് കൊണ്ടായി 3 നേരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതേ പ്രശ്നമാണ്. കാരണം മറ്റേതൊക്കെ ചിലപ്പോൾ 1 നേരം കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഡോസ് കൂടിയുള്ളതൊക്കെ ആയിരിക്കും. അതൊക്കെ കുറെ 1 നേരം കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തെറ്റിയൊക്കെ 3 നേരമൊക്കെ കഴിക്കാൻ ഇടയുണ്ട്. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ നന്നായി വായിക്കാനൊക്കെ അറിയാവുന്നതായതുകൊണ്ട് മാറിപ്പോവാതിരിക്കാനും ആ ലേബലിൽ സഹായിക്കും. മനസ്സിലായോ? ലേബലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് മെഡിസിൻ ഒക്കെ കൊണ്ടുവരുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഈ പറയുന്ന മെഡിസിൻസ് ലേബലൊക്കെ ചെയ്ത് വെച്ചിട്ട് മെഡിക്കേഷൻ ഓരോ പേഷ്യന്റ് വൈസ് രോഗികളുടെ ആ നമ്പർ അനുസരിച്ച് അത് ആവശ്യമായ നേഴ്സ് ആരാണോ, നമ്മൾ പറഞ്ഞു ക്യാബിനാണെങ്കിലും വാർഡാണെങ്കിലും അവിടെ റെസ്പോൺസിബിലിറ്റി ചാർജ് കൊടുത്തിരിക്കുന്ന നേഴ്സുമാരുണ്ടായിരിക്കും. ആ വാർഡില് ഏത് നേഴ്സാണോ ചാർജ്, അല്ലെങ്കിൽ ഏത് ഫ്ലോറിലെ ചാർജ് ആയിട്ടുള്ള നേഴ്സാണോ അവർക്ക് വേണ്ടിയിട്ട് അവിടെ എടുത്തു വെക്കും. അവരാണ് അതൊന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ആര് ഏത് ഫ്ലോറില് ഏത് നേഴ്സാണോ ഇൻചാർജ് ആ ഫ്ലോറിലെ വാർഡിലോ എവിടെയെങ്കിലൊക്കെ കൊടുക്കാനുള്ള മരുന്നുകളായിരിക്കാം. അത് കൃത്യമായിട്ട് അവിടുന്ന് ആ മെഡിക്കേഷൻ ഷീറ്റ് പ്രകാരം മരുന്നുകൾ കൃത്യമായ ഓർഡർ അനുസരിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് അവർ വന്ന് കളക്ട് ചെയ്യണം. ഈ നഴ്സസ് when they receive the medicine from the pharmacy, they have to check the quantity according to the requirement. ഇപ്പൊ 3 നേരം കഴിക്കേണ്ട മരുന്നാണ്, അപ്പൊ 3 ഗുളിക അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? അപ്പൊ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള മരുന്നുകൾ തന്നെയാണ് ഇവരിങ്ങനെ പാക്ക് ചെയ്ത് അത് വെച്ചേക്കണേന്ന് കൊണ്ടോണം നഴ്സ് ചെക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് അതും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം ആ നഴ്സ് അതുകൊണ്ട് അവരുടെ ഫ്ലോറിലേക്കോ അവരുടെ വാർഡിലേക്കോ പോകാനായിട്ട്. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഓഫ് മെഡിക്കേഷൻ ഇൻ IPD. ഒരു ഇൻപേഷ്യന്റ് ആയി കിടക്കുന്ന രോഗികൾക്ക് വാർഡിലോ ക്യാബിനിലൊക്കെ കിടക്കുന്നവർക്ക് ആ ഫ്ലോറിലെ ഇൻചാർജ് ആയിട്ടുള്ള നഴ്സിന്റെ കയ്യിലേക്ക് മെഡിസിൻ കിട്ടി അത് അവിടെ കൊണ്ടുവന്ന് അവിടെ അവർക്ക് കൊടുക്കുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഈ കണ്ടത്. ക്ലിയർ ആയോ? മെഡിക്കേഷൻ പ്രൊസീജിയർ മനസ്സിലായോ? ക്ലിയർ ആവാത്തവരാണില്ലല്ലോ. പ്രൊസീജിയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എന്താ അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. അത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തില് പ്രകാരം ഓരോ പേഷ്യൻസിനും അവർക്ക് മരുന്നുകളൊക്കെ എത്തിക്കണമല്ലോ. അവരുടെ ആ മരുന്നുകളിൽ ആർക്കൊക്കെയാണ് മരുന്നിന്റെ ആവശ്യകത ഉള്ളത് എന്നതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് എന്താ പറയാ കൊടുക്കുന്നതിന് മുമ്പ് കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. എന്തൊക്കെ ചെക്ക് ചെയ്യണം? പേഷ്യന്റിന്റെ ID നമ്പർ. ഇന്ന പേഷ്യന്റ് തന്നെയാണോ? വാർഡൊക്കെ ആവുമ്പോ കുറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ID നമ്പർ നോക്കണം, അവരുടെ ബെഡ് നമ്പർ നോക്കണം, പേഷ്യന്റിന്റെ പേര്, പിന്നെ ഏത് ഡോസ് എത്ര ഡോസേജിൽ അത് കൊടുക്കണം. ആ പ്രിസ്ക്രിപ്ഷൻ ഫോമിൽ എഴുതിയ ഡോസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പകുതി കൊടുക്കാൻ പറഞ്ഞാൽ പകുതി തന്നെ. തോന്നിയ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ കൃത്യമായി നോക്കി പിന്നെ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിന്റെ മരുന്നുകൾ അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് അവരുടെ പേഷ്യന്റിന്റെ ക്യാബിനറ്റ്, അവരുടെ ബെഡ് സൈഡിൽ ഒരു ക്യാബിനറ്റ് എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ വെക്കുക. എന്നിട്ട് അവസാനം ആ അവരുടെ പേപ്പർ എന്ന് വെച്ചാൽ അവർക്ക് കൊടുത്ത മരുന്നുകളുടെ ലിസ്റ്റ് ഇല്ലേ, അത് അവരുടെ കയ്യിൽ വെക്കുക. അപ്പൊ ഇതുവരെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളുടെ ഹോസ്പിറ്റൽ ഫാർമസിയില് മരുന്ന് ഒരു എന്താ പറയാ ഫാർമസിയില് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് അവിടെ എത്തുന്നത്, അതായത് ആ പ്രിസ്ക്രിപ്ഷൻ എത്തുന്നത് മുതൽ അത് ലാസ്റ്റ് പേഷ്യന്റിന്റെ ക്യാബിനറ്റിലേക്ക് ആ മരുന്ന് അവിടെ എത്തുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മളിപ്പോ കണ്ടത് മുഴുവനും. ക്ലിയർ ആയോ? എന്തായാലും പേഷ്യന്റ് നമ്പറും ബെഡ് നമ്പറും പേരും വിവരവും എത്ര ഡോസ് കൊടുക്കണം എന്നുള്ളതൊന്നും അറിയാണ്ട് മരുന്നൊന്നും കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? ആർക്കെങ്കിലും ഈ അറ്റത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിതരണം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്ത് അതനുസരിച്ച് മാത്രമാണ് മരുന്നുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് ഫിനാൻസിങ് ആണ്. ഫിനാൻസ് എന്ത്? അവിടുത്തെ എന്താ പറയാ ഹോസ്പിറ്റൽ ഫാർമസിയില് വരുന്ന ഫണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ ഹോസ്പിറ്റലിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഫ്രം ഡാഷ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫിനാൻസിന്റെ ഉറവിടം എന്ന് പറയുന്നത് എവിടുന്നാ? ഹോസ്പിറ്റലിൽ ഫിനാൻസ് വരുന്നത് ഏറ്റവും പ്രാഥമികമായ ഉറവിടം എവിടുന്നാ? അത് തന്നെ പേഷ്യൻസിൽ നിന്ന് ഫീസ് തന്നെ. പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ് ഫീസായിട്ടും മെഡിസിന്റെ മരുന്നായിട്ടും ടെസ്റ്റുകളുടെ എമൗണ്ട് ആയിട്ടും പിന്നെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ്, ഇതൊക്കെ തന്നെയാണ് പേഷ്യൻസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഫണ്ട് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഏറ്റവും പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടും ചാർജസ് ഗോട്ട് ബൈ പേഷ്യന്റ് ഫുള്ളി ഓർ പാർട്ട്ലി ഫ്രം ദ തേർഡ് പാർട്ടി. ഇനി എന്താ ചിലപ്പോൾ
ഭാഗികമായിട്ട് കുറച്ച് കാശ് പേഷ്യൻസിൽ കിട്ടും, കുറച്ച് ചിലപ്പോൾ എവിടെ നിന്ന് കിട്ടും, ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയ വലിയ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി അവരുടെ ഒരു സം അഷ്വേർഡ് ഉണ്ട്, ഇത്ര രൂപയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന ഒരു വർഷത്തിൽ ഇന്ന രോഗം വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് വന്നാൽ ഇത്ര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. ആ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ലിമിറ്റേഷന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എമൗണ്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഫുള്ളായിട്ട് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി മീൻസ് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്, അതും ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻസിന്റെ സോഴ്സ് ആണ്. പണം കിട്ടുന്ന ഒരു എന്താ പറയാ ഉറവിടമാണ്. പേഷ്യൻസിൽ നിന്ന് ഫുള്ളായിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ? മനസ്സിലായ? ഓക്കെ. നെക്സ്റ്റ് റിസർച്ച് വർക്ക്. എന്താ റിസർച്ച് വർക്ക്? ഹോസ്പിറ്റൽ ഫാർമസിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാർമസിയിൽ റിസർച്ചിന് വേണ്ടി ഒരു വിങ് ഉണ്ടെന്ന് അല്ലെ. റിസർച്ച് ഇപ്പൊ മെഡിസിൻസ് ഒക്കെ പല കാര്യങ്ങളൊക്കെ അവര് എടുത്ത് പഠിച്ച് പുതിയതൊക്കെ ഉണ്ടാക്കും. അത് ചിലപ്പോ റിസർച്ചിനൊക്കെ വരുന്നത് പുറത്തുനിന്നൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ അവരിൽ നിന്നൊരു ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന സൗകര്യങ്ങളും മെഡിസിൻസും ഒക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടാണല്ലോ റിസർച്ച് നടത്തുന്നേ. ആണോ? അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കണമല്ലോ. ഹോസ്പിറ്റലിലെ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലെ തിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ മെറ്റീരിയൽസ്, മെഡിസിൻസ് ഒക്കെ ചിലപ്പോ ഈ റിസർച്ചിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ റിസർച്ചിന് വേണ്ടി വരുന്ന റിസർച്ചേഴ്സ് ദേ യൂസ് ദ റിസോഴ്സസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫീസ് ഈടാക്കും. തീർച്ചയായിട്ടും അതിനൊരു ഫണ്ട് ഈടാക്കും. അപ്പൊ റിസർച്ച് വർക്കിന് വേണ്ടി കൊടുത്താൽ അവിടെ നിന്ന് കിട്ടുന്ന പണം, അതും ഒരു ഫിനാൻസിങ് ആണ്. പിന്നെന്താണ്? ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകളാണ്. എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പലരും ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാൻ വേണ്ടി ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുക. പല ആളുകളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ ഹെൽപ്പ് എന്താണ്? ഡൊണേഷൻ ആണ്. പുറത്ത് വിദേശത്തൊക്കെ ജോലിക്ക് പോയിരിക്കുന്നവര് നമ്മുടെ നാട്ടില് എന്താ പറയുക, ഒരു നല്ല ഹോസ്പിറ്റൽ വരുന്നു, ആ ഹോസ്പിറ്റലിൽ പുതിയ കുറെ ടെക്നോളജീസും ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു. ഏറ്റവും അടുത്ത് അത്രയും നല്ല എല്ലാ രീതിയിലും ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് നമ്മുടെ വീട്ടിലുള്ള പ്രായത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എന്തെങ്കിലും വയ്യായ്മകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവരെ ഏറ്റവും നിയറസ്റ്റ് സ്ഥലത്ത് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് രോഗം ഭേദമാക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം, അല്ലെ? അപ്പൊ ഇല്ലെങ്കിൽ ഇത് ഇവിടുന്ന് തിരിച്ച് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലം എവിടെയൊന്നും ഇല്ല, അതുകൊണ്ട് കുറെ ദൂരം പോണം, ഒരു 10 എന്താ പറയാ 25 കിലോമീറ്റർ ദൂരെ പോണം, എന്നാലേ ഒരു നല്ല ഹോസ്പിറ്റലുള്ളൂ. ഇവിടെയുള്ള ഹോസ്പിറ്റൽസിലൊന്നും മര്യാദയ്ക്ക് സൗകര്യങ്ങളില്ല എന്നൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ടാകാനുള്ള സമയം, അത്രയും സമയം എടുക്കുമ്പോഴേക്കും എന്താ പറയാ, ഈ ആളുടെ കൊണ്ടുപോകുന്ന ആളുടെ എന്താ പറയാ ഇത്തിരി മോശം കണ്ടീഷനിലേക്ക് പോകും, അല്ലെ? ചിലപ്പോ മരണം വരെ സംഭവിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ആളുകൾ ഡൊണേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അതൊക്കെ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ടുകൾ എന്തെങ്കിലും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഡൊണേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. ഇന്ന കാര്യത്തിലാണ് കാർഡിയോളജി വിഭാഗത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോ ആരെങ്കിലും എന്നാ ശരി, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര രൂപ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഡൊണേഷൻ മേടിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമോ? പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ട്സ് ഹാവ് സ്പെസിഫിക് പോളിസീസ് ദാറ്റ് കൺസേൺസ് ഇൻവെസ്റ്റ്മെന്റ്സ്, വിത്ഡ്രോവൽ ആൻഡ് യൂസേജ് ഓഫ് ഫണ്ട്സ്. അത്തരം ഫണ്ടുകളൊക്കെ കിട്ടുമ്പോൾ അത് എന്തിനാണോ തന്നേക്കുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള അതിനുള്ള ഫണ്ടൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം അത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ ഉപയോഗിക്കുക, എടുക്കുക, വിത്ഡ്രോ ചെയ്യുക, അത് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? എൻഡോമെന്റ് ഫണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, കോൺട്രിബ്യൂഷൻസ്, ഗിഫ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റൽസിന് ഗിഫ്റ്റ് ആയിട്ടോ പലതരത്തിലുള്ള സംഭാവനകളുടെ രൂപത്തിലോ ഹോസ്പിറ്റലിലേക്ക് ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ ദീസ് ആർ ദ 5 മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്. ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും കിട്ടുന്ന ഫണ്ടുകളുടെ രൂപമാണ്. അപ്പൊ അതിനൊക്കെ കുഞ്ഞു സെന്റൻസ് മതി. പ്രൈമറി സോഴ്സ് ഫ്രം ദ പേഷ്യന്റ്, പിന്നെ ചാർജസ് ഗോട്ട് ഫ്രം പേഷ്യന്റ് ഫുള്ളി ഓർ പാർട്ട്ലി ബൈ തേർഡ് പാർട്ടി, റിസർച്ച് വർക്ക്, എൻഡോമെന്റ് ഫണ്ട്, ഗിഫ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. അങ്ങനെ 5 എണ്ണം. ആ എൻഡോമെന്റ് ഫണ്ട് ചെയ്തിട്ട് വലിയ ആവശ്യമില്ല. ആ 4 സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണെന്ന്, സോറി എന്താണോ അല്ലേ, 5 സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ടെന്നുള്ളത് ടിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? Yes, and the next one,
ഇനി ഇത്രയൊക്കെ ആണെങ്കിലും ഫാർമസി ഇത്രയൊക്കെ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിലും there are some problems which are faced by pharmacy. ഫാർമസി അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഫാർമസി വളരെ ഭംഗിയായിട്ടൊക്കെ നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണും, അല്ലെങ്കിൽ തോന്നും. പക്ഷെ ഫാർമസി ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ അത് അവിടെ ഒരു എന്താ പറയാ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലോ ചാർട്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഒന്ന് പിൽഫറേജ്, നശിച്ചു പോകുക. കുറെ മെഡിസിൻസ് ഒക്കെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതൊക്കെ നശിച്ചു പോകും. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ചില ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിസർച്ച് ഒക്കെ നടത്തി ചിലപ്പോൾ ഇന്ന ഡ്രഗ്സ് അത് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ, പഴയതാണ്, കുറച്ച് പഴകിയ രീതിയിലുള്ള മരുന്നാണ്, അത് ഇഫക്റ്റീവ് അല്ല ഇപ്പൊ, അങ്ങനെയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണ്, മാറിപ്പോകും. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ്. ചില മെഡിസിൻസ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ ഒക്കെ അതിന് കുറെ ചെലവുകൾ വരുന്നുണ്ട്. അപ്പൊ ക്യാരിയിങ് കോസ്റ്റ് അതും ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. പിന്നെ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, അതായത് ഈ പലതരത്തിലുള്ള കീടങ്ങളും അല്ലെങ്കിൽ എലി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നമുക്ക് വളരെ ഹാംഫുൾ ആണ്, അല്ലെ? എവിടെയാണ് എലിക്ക് നൂണ്ട് കയറാൻ പറ്റുന്ന സ്ഥലം, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ, ഇതുപോലെ സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും എലികൾ വരുന്നത്, അല്ലെ? എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം, സ്റ്റോറേജ് സ്ഥലത്തേക്ക് നമ്മൾ എപ്പോഴും കയറി ചെല്ലുന്നില്ല. അപ്പൊ അതിനകത്തൊക്കെ ഇതുപോലുള്ള കീടങ്ങളോ എലികളോ ഒക്കെ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. അത് ഇതിനെയൊക്കെ കറണ്ട് നിന്നൊക്കെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പയറി ഡ്രഗ്സ്, അതായത് ഡ്രഗ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും, പക്ഷെ ചിലതിന്റെയൊക്കെ എക്സ്പയറി തീർന്നു പോകും. അങ്ങനെ ഹോസ്പിറ്റലിലാവുമ്പോൾ ഒരുപാട് അങ്ങനത്തെ എക്സ്പയറി ഡ്രഗ്സും വരുന്നുണ്ട്, അതും അവരുടെ പ്രോബ്ലമാണ്. പിന്നെ ഷോർട്ടേജ് കോസ്റ്റ്, നമ്മൾ സ്റ്റോക്ക് ഒക്കെ എഴുതി വെക്കുന്നുണ്ട്, ഇന്ന ഇത്ര എണ്ണം ഉണ്ടായിരുന്നു, ഇത്ര ഇഷ്യൂ ചെയ്തു, ഇത്ര സ്റ്റോക്കിൽ കാണും. പക്ഷെ ആക്ച്വലി വന്ന് സ്റ്റോക്കിന്റെ കണക്കെടുക്കുമ്പോൾ പുസ്തകത്തിൽ റെക്കോർഡ്സിൽ സ്റ്റോക്ക് ഇത്രയുണ്ട്, പക്ഷെ ഇവിടെ ആക്ച്വൽ നോക്കുമ്പോൾ എന്താ പറയാ, ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റോക്ക് എടുത്ത് നടത്തുമ്പോൾ അത് അവിടെ ഇല്ല, കാണുന്നില്ല. സോ ദർ ഈസ് സം ഷോർട്ടേജ്, അവിടെ കുറവ് വരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു അറിയില്ല. അപ്പൊ ഇത്തരമില്ലാത്ത ചോദ്യമായിട്ട് അത് അവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് ടിക്ക് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു എന്താ പറയാ, റെപ്രസെന്റേഷൻ ആയിട്ട് തന്നെ ടിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ എന്തൊക്കെയാണ് എന്താ പറയാ ഫാർമസി സർവീസസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം വരും. പിൽഫറേജ്, നശിച്ചു പോകുക കേട്ടോ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, എക്സ്പയറി ഡ്രഗ്സ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട കുറെ ആളുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇവിടെ ഒരു വേറൊരു ഫ്ലോ ചാർട്ട് പഠിച്ചിരുന്നു, അല്ലെ? ആ ഹൈറാർക്കി അനുസരിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? ആരൊക്കെയായിരുന്നു? ഡയറക്ടർ, അല്ലെ? അത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റിന് ചില എന്തുണ്ട്, റോൾ ഉണ്ട് ഹോസ്പിറ്റൽ ഫാർമസിയിൽ. അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ചില കൃത്യനിർവഹണങ്ങൾ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, മരുന്നുകളുടെ ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക. അവരെന്തൊക്കെയാണോ തീരുമാനിക്കുന്നത്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ആ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കും. ആ തീരുമാനങ്ങളെ നമ്മൾ ഫുൾഫിൽ ചെയ്യാം. എന്താ പറയാ, ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സാധിച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തത് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ, ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് ക്ലാസിഫൈ ചെയ്യാം പല രീതിയിൽ. അതായത് ഡ്രഗ്സ് എവിടെ വയ്ക്കണം, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഇതൊക്കെ പല പല ഏരിയയിലേക്കും മാറ്റി മറിച്ചൊക്കെ ഡിസ്പെൻസ് ചെയ്യേണ്ടതും ചീഫ് ഫാർമസിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും. അദ്ദേഹമാണ് ഇതിനുള്ള എന്താ പറയാ മുൻകൈയെടുത്ത് ചെയ്യിക്കേണ്ടത്. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്സ്. അതായത് പല മരുന്നുകളും ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയതായിട്ട് ഓർഡർ ചെയ്ത് ഇന്റന്റ് പ്ലേസ് ചെയ്ത് പുതിയ സ്റ്റോക്ക് ഒക്കെ വരുമ്പോൾ എമർജൻസി ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് വേഗം തന്നെ, എമർജൻസി മെഡിസിൻ ഒക്കെ ആകുമ്പോൾ വേഗം അത് ആക്സെപ്റ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് അതും മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഫാർമസിസ്റ്റുകൾ ഇത് വന്നിട്ട് നോക്കണം എന്നില്ല, കാരണം എമർജൻസി മെഡിസിൻ ആണ്. അപ്പൊ വേഗം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം എമർജൻസി മെഡിസിൻ ഒക്കെ ചിലപ്പോൾ അപ്പൊ തന്നെ ഡോക്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ചീഫ് ഫാർമസിസ്റ്റ് തന്നെയാണ്. ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്.
നേരത്തെ നമ്മൾ പറഞ്ഞു നാർക്കോട്ടിക് ആയിട്ടുള്ള മരുന്നുകള് അത് കൃത്യമായിട്ട് ഡിസ്പെൻസ് ചെയ്യുക, കൃത്യമായി ഡിസ്പെൻസ് ചെയ്യുന്നതനുസരിച്ച് അതിനെ കണക്കില് എഴുതി വെക്കുക, കണക്കൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ മിസ്യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ കൃത്യം കണക്ക് വേണം, ഒരു ഇച്ചിരി പോലും വേരിയേഷൻ വരാൻ പാടില്ല. ഡെസിഗ്നേഷൻ ഓഫ് വേരിയസ് ഫ്ലൂയിഡ്സ്, പലതരത്തിലുള്ള ഫ്ലൂയിഡുകൾ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉപയോഗിക്കുന്ന പല ഫ്ലൂയിഡുകളൊക്കെ ഉണ്ട്. ആ ഫ്ലൂയിഡുകളെ കൃത്യമായിട്ട് എന്താ പറയാ അതിനകത്ത് അതിൻ്റെതായ സ്ഥലം കൊടുക്കുക, എല്ലാം കൂടി കൂട്ടിക്കലർത്തി വെക്കാതെ ഓരോന്നിനും ഒരു പ്ലേസ്, ഒരു ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കണം. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്, ഡ്രഗുകൾ പലതും ഉപയോഗിക്കുന്നതിന്റെ പല സമയത്തും അതൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, നന്നായിട്ട് പരിശോധിക്കുക. അത് എപ്പോഴും ഇത് നമ്മൾ പരിശോധിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിനകത്തേക്ക് നോക്കാതിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതിന് ഒരു വെരിഫിക്കേഷൻസ് സ്ക്രൂട്ടിനൈസേഷൻ ഒന്നുകൂടി നടത്തുക. കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക, ഏതായാലും അത് കൊടുത്തിട്ട് അത് പേഷ്യൻസിന് ഇഫക്റ്റീവ് ആണോ, അതൊക്കെ അങ്ങനെ പരിശോധിക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ചെയ്യേണ്ട, സാധാരണ ഫാർമസിസ്റ്റുകളല്ല. പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻസ് ഇഷ്യൂസ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഡന്റ് വെക്കുക, അത് ഇഷ്യൂ ചെയ്യുക, ഇതിന്റെ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുക, അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യുക, അത് സ്വീകരിച്ച് ചെയ്യുമ്പോൾ അതിന്റെ വൗച്ചറോടൊപ്പം മെഡിസിൻസും സ്വീകരിക്കുക. ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ ആണ്, അതായത് ഹോസ്പിറ്റലിലെ മെഡിസിൻസിന്റെ എല്ലാം സ്റ്റോക്ക് കൺട്രോൾ ചെയ്യേണ്ടതും നിയന്ത്രിക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, ഇൻവെന്ററി കൺട്രോൾ മീൻസ് സ്റ്റോക്ക് കൺട്രോൾ എന്നാണ്. മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജർ ആൻഡ് റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ ഫാർമസിയിൽ അത്യാവശ്യം വേണ്ട സ്റ്റോക്കുകളുടെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ ലെഡ്ജറും കണക്കും ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക, എല്ലാ കണക്കും വേണം. പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ, ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ചില ഡ്രഗ്സ് ഒക്കെ ഇൻ കോൾഡ് സ്റ്റോറേജ് സിസ്റ്റം അല്ലെ, തണുപ്പൊക്കെ കൊടുക്കേണ്ട ചില ഫ്രീസിംഗ് പോയിന്റിലൊക്കെ വെക്കേണ്ട മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പവർ സപ്ലൈ ഫെയിലിയർ വന്നാൽ, കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. അല്ലെങ്കിൽ ഇത് ഓഫായി പോകും, ചിലപ്പോ ഒരു ഡേ മുഴുവൻ എന്താ പറയാ കൂളിംഗ് കിട്ടിയില്ലെങ്കിൽ അത്തരം മരുന്നുകൾ എന്ത് ചെയ്യും, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂളിംഗിൽ വെക്കണമെന്ന് പറയുന്നത്. 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ളതും 2 ഡിഗ്രി സെൽഷ്യസ് ടു 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഡീപ് ഫ്രീസിംഗ് ആവശ്യമുള്ളതും ഒക്കെ ഉണ്ട് മെഡിസിൻസ്. അപ്പൊ ഒരു ദിവസം മുഴുവനും പവർ ഫെയിലിയർ ഉണ്ടായാൽ ആ പ്രോപ്പർ ആയിട്ട് ആ പറയുന്ന ഫ്രീസിംഗ് സാധനങ്ങൾ പ്രവർത്തിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഫെയിലിയർ ഉണ്ടായാൽ അതിനെ നമ്മൾ എന്താ പറയാ ഓവർകം ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഹോസ്പിറ്റൽ ഫാർമസിയിലെ എല്ലാ മരുന്നുകളുടെയും ക്വാളിറ്റി പരിശോധിക്കുക, കൺട്രോൾ ചെയ്യുക, പരിശോധിക്കുകയും ചെയ്യണം, കൺട്രോളും ചെയ്യണം. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റലിലെ മറ്റ് ഫാർമസിസ്റ്റുകളെ, ഫാർമസിയിലുള്ള ചീഫ് ഫാർമസിസ്റ്റ് എന്ത് ചെയ്യണം, അവിടെയുള്ള ബാക്കിയുള്ള ഫാർമസിസ്റ്റുകൾക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട അറിവും ഒക്കെ കൊടുക്കുക. എന്തെങ്കിലും മരുന്നുകളെ കുറിച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ അവർക്ക് ഉണ്ടായെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവൊക്കെ പകർന്നു കൊടുക്കേണ്ടതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പീരിയോഡിക് യൂട്ടിലൈസേഷൻ ഓഫ് റിപ്പോർട്ട് ഓഫ് ഫാർമസി, ഫാർമസിയുടെ ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുക. ഫാർമസിക്ക് റിപ്പോർട്ട് തയ്യാറാക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും, അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ആ റിപ്പോർട്ട് പ്രകാരമൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവി ഫ്യൂച്ചർ കാര്യങ്ങൾ മാറ്റാനോ നമുക്കത് അത് ഇടയ്ക്ക് പരിശോധിക്കാം, നല്ലതാണ്. ആൻഡ് ലാസ്റ്റ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ, എല്ലാവരെയും വന്നു പോകുന്ന പേഷ്യൻസിനെ വിളിച്ചിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാനോ, എന്തെങ്കിലും പഠിപ്പിക്കാനല്ല, ചില മരുന്നുകളെ കുറിച്ച് ചിലപ്പോൾ അവര് അറിയില്ലായിരിക്കാം, അവർക്ക് അറിയില്ല ഇന്ന മരുന്ന് ഇങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ഇതിന്റെ ഇതുകൊണ്ടുള്ള ഈ ഉപയോഗം, ഈ മരുന്ന് കഴിച്ചാൽ എന്താ ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില ഇൻഫർമേഷൻസ് ചിലപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫാർമസിസ്റ്റിന് ചിലപ്പോൾ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ ആരാണ്, ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഫാർമസിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. അവരുടെ റോളുകളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? സിമ്പിൾ സാധനമായിരുന്നു ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ. അതുകൊണ്ട് നമ്മൾ 3 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയല്ല, ഇത്രയും നന്നായിട്ടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു എന്താ പറയാ നിഗമനം. ഓക്കെ അല്ലേ? അപ്പൊ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് തീർന്നത്. നമുക്ക് 2-2.25 പേജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ തീർത്തു. ആൻഡ് ഞാൻ പറഞ്ഞു
ഇനി ഇതിനകത്ത് ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ എടുക്കുന്ന ഒരു ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. അത് ഇതാണ് മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ ടേംസ് എന്ന് കേട്ടിട്ടുണ്ടോ? സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാം അല്ലെ. ഇതിനെ 10 മിനിറ്റ് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഓക്കെ, ടൈം ഈസ് പ്രഷ്യസ്. ഓക്കെ, മെഡിക്കൽ HISO, Hospital Information System. Hospital Information System. Yes, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് തുടങ്ങുള്ളൂ, സമയം വരെ ഞാൻ എടുക്കുള്ളൂ. പക്ഷെ അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഫാർമസി സിമ്പിൾ ആയിരുന്ന ചാപ്റ്റർ ആയിരുന്നു കേട്ടോ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണ്, പക്ഷെ എന്താ പറയാ, ഈ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യത്തിന് പറഞ്ഞു തരാം. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ചാപ്റ്ററിന്റെ വലിപ്പവും അതിന്റെ തിക്നെസ്സും എത്ര പേജ് ഉണ്ടെന്നൊക്കെ നോക്കി അയ്യോ അതുപോലെ എങ്ങനെ പഠിക്കുമെന്ന് ഇപ്പോഴേ തുടങ്ങി അവരത് കിട്ടണ്ട. എന്തെങ്കിലും കോമഡി ഉണ്ടാവുമല്ലോ, കോമഡി ഉണ്ടാവും. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി. എന്താണ് മെഡിക്കൽ ടെർമിനോളജി? മെഡിക്കൽ ടെർമിനോളജി is the language used by the medical professionals and the staff or in healthcare institutions to convey or communicate things about the patients or diseases or any procedures. ഒരു ഹോസ്പിറ്റലിലെ വരുന്ന പേഷ്യൻസ്, അവരുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ സർജറീസുമായി ബന്ധപ്പെട്ടത് ഉള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് പരസ്പരം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളോ പ്രൊഫഷണൽസോ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതാണ് ഹോസ്പിറ്റൽ ടെർമിനോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പൊ പറയും, നമ്മൾ വിചാരിക്കും മലയാളം ഹോസ്പിറ്റൽ, കേരളത്തിലെ ആൾക്കാരുടെ മലയാളത്തിലല്ലേ ഒരു ലാംഗ്വേജ്, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയിലല്ലേ അവരങ്ങോട്ട് പറയാം. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്. ചില ഡോക്ടേഴ്സും അവര് പരസ്പരം അങ്ങോട്ട് സംസാരിക്കാൻ ഇംഗ്ലീഷ് അല്ലേ ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതല്ല, ആ ലാംഗ്വേജ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സം മെഡിക്കൽ ടേംസ്, അതായത് ഹോസ്പിറ്റൽസിലുള്ള ജോലിക്കാര് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില മെഡിക്കൽ ടേമുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ഷോർട്ട് ഫോംസ് ആകാം, അങ്ങനെ ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളെയാണ് നമ്മളിവിടെ എന്താ പറയാ മെഡിക്കൽ ടെർമിനോളജി എന്ന് വിളിക്കുക. ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഷുഡ് ബി ആക്സെപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ ലെവൽ. അതായത് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു മെഡിക്കൽ ടെർമിനോളജി ലാംഗ്വേജ് മറ്റ് സ്ഥലത്ത് വേറെ അങ്ങനെയില്ല. അതായത് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മെഡിക്കൽ വർക്കേഴ്സ് ഓർ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ഇടയിൽ അവർ പരസ്പരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് യൂഷ്വലി എന്തുപയോഗിക്കുക, മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുക. അത് നമ്മുടെ പേഷ്യൻസിനെ സംബന്ധിക്കുന്നത്, പേഷ്യൻസിന്റെ ബോഡിയെ സംബന്ധിക്കുന്നത്, അവിടെ ഉപയോഗിക്കുന്ന പല മെത്തേഡുകൾ, അവിടുത്തെ പല സാഹചര്യങ്ങൾ, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ വേർഡ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഈ ഒരു മെഡിസിന്റെ ഒരു ലാംഗ്വേജ് ഉദ്ഭവിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗ്രീക്ക്, ലാറ്റിൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഉത്ഭവിച്ച് ഇപ്പൊ എല്ലാവരും ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്താ പറയാ, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്, ഹിന്ദി ഒരു ലാംഗ്വേജ് ആണ്, മലയാളം ഒരു ലാംഗ്വേജ് ആണ്. അങ്ങനെയല്ല. ചില ടേംസ് ദാറ്റ് മീൻസ് പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ റൂട്ട് വേർഡ്സ് ആയിട്ടോ അബ്രീവിയേഷൻസ് ആയിട്ടോ ഒക്കെ ഹോസ്പിറ്റലിലെ പല ടേമുകളെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രിഫിക്സ് സഫിക്സ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓർക്കൊക്കെ പ്രിഫിക്സും സഫിക്സും എന്നൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്ന്? ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, താഴേക്ക് പോകുന്നതിന് പള്ളി ഞാൻ മറന്നു. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. അത് അണ്ടർലൈൻ ചെയ്യാം. മെഡിക്കൽ ടെർമിനോളജി is employed in international language and is also essential to communicate with other medical workers. അത് അണ്ടർലൈൻ ചെയ്യാം. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കട്ടെ, അപ്പൊ പ്രിഫിക്സുകളായിട്ടും സഫിക്സുകളായിട്ടും റൂട്ട് വേർഡ് ഒക്കെ ആയിട്ട് മെഡിക്കൽ ടെർമിനോളജി മെഡിക്കൽ ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിഫിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രിഫിക്സ്, സഫിക്സ്
ആരെങ്കിലും കേട്ടവരുണ്ടോ? പ്രിഫിക്സ് കേട്ടിട്ടുണ്ട്. എവിടെയാണ് ഷർമിന? ഷർമിന എവിടെയാ കേട്ടിരിക്കുന്നത്? പ്രിഫിക്സ് സഫിക്സ് ഏത് എന്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മള് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? എന്താ പരിചയം പ്രിഫിക്സിനെയും സഫിക്സിനെയും? കേട്ട ഒരു സ്ഥലം പറഞ്ഞാൽ മതി. സ്ഥലം പറയാൻ മീൻസ് എന്തുമായി ബന്ധപ്പെട്ട കേട്ടേന്ന് പറഞ്ഞാൽ മതി. അറിയില്ല, ഓർക്കല്ല. കേട്ടിട്ടുണ്ടല്ലേ എവിടെ കണ്ടു? യെസ്, ഇംഗ്ലീഷിൽ. ഓക്കെ, കറക്റ്റ് ആണ്. ഇംഗ്ലീഷിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിഫിക്സ് എന്നും സഫിക്സ് എന്നും. എന്താണ് പ്രിഫിക്സ്? ആ വേർഡ് തന്നെ എടുത്തു നോക്കിയ പ്രീഫിക്സ് ആണ്. പ്രീ മീൻസ് മുൻപിൽ എന്നാണ് അല്ലെ? പ്രീ ഡിഗ്രി അല്ലെ? പ്രീ പ്രൈമറി, അതൊക്കെ പ്രീ മീൻസ് മുൻപ് എന്നർത്ഥം. അപ്പൊ പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻപിൽ ഫിക്സ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വേർഡിന്റെ മുൻപിൽ ഒരു കഷ്ണം ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു വേർഡ് ഫിക്സ് ചെയ്ത് ഒരു വേറെ പുതിയൊരു വേർഡിനെ സൃഷ്ടിക്കുക. അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് അപ്പൊ എന്തായിരിക്കും? ഒരു വേർഡിന്റെ പിറകിൽ ചേർക്കുന്നത്, വേർഡ് കഴിഞ്ഞിട്ട് ചേർക്കുന്നതാണ് സഫിക്സ്. ഇവിടെയും അത് തന്നെ. മെഡിക്കൽ ടേംസിലും ഇവര് പല പ്രിഫിക്സുകളും സഫിക്സുകളും ഉപയോഗിച്ച് മെഡിക്കൽ ടേംസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പ്രിഫിക്സ് എന്ന് പറയുന്നത് എ വേർഡ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ഒരു വേർഡിന്റെ തുടക്കം തന്നെ ഒരു എന്താ പറയാ വേർഡ് ചേർക്കുന്നു. അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സാധാരണ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ പ്രിഫിക്സ് ഉപയോഗിക്കുക. ഈ പ്രിഫിക്സുകൾ സാധാരണ നമ്മുടെ കോമൺ ലാംഗ്വേജിലും വി യൂസ് പ്രിഫിക്സ് അല്ലെ? നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലേ? എന്തൊക്കെയാണ്? അവിടെ കുറച്ച് ബ്രാക്കറ്റീസ് തന്നിട്ടുണ്ട്. ഓട്ടോ പൈലറ്റ്. ഓട്ടോ എന്ന് പറയുന്ന ഒരു കഷ്ണം പൈലറ്റിന്റെ മുമ്പിൽ ചേർത്തു. അപ്പൊ ഓട്ടോ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. പൈലറ്റ് എന്ന് പറയുന്ന വേർഡിനൊപ്പം അത് ചേർന്നപ്പോൾ ഇറ്റ് ബിക്കംസ് എ ന്യൂ വേർഡ്, ഓട്ടോ പൈലറ്റ്, പുതിയൊരു വേർഡായി. അതുപോലെ സബ് മറൈൻ. മറൈൻ എന്ന് പറയുന്നത് ഒരു വേർഡാണ്. അതിന് മുമ്പിൽ ഒരു സബ് ചേർത്തപ്പോൾ സബ് മറൈൻ എന്ന് പറയുന്ന ഒരു ന്യൂ വേർഡ് ഫോം ചെയ്തു. ട്രൈ സൈക്കിൾ. സൈക്കിൾ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ട്രൈ സൈക്കിൾ എന്ന് പറയുന്നത് മറ്റൊരു വേർഡായി. TRI എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർന്നപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മുമ്പിൽ ഫിക്സ് ചെയ്തുകൊണ്ട് പുതിയ വേർഡുകൾ ഉണ്ടാക്കാറുണ്ട്. അത് കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള വേർഡ്സ് എന്താ പറയാ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ മെഡിക്കൽ ടേംസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ടേംസിൽ എങ്ങനെ ഉപയോഗിച്ചാൽ നോക്കിയിട്ട് മെഡിക്കൽ വേർഡ് ആണ് വെന്റിലേഷൻ. അല്ലെ? വെന്റിലേറ്ററിൽ കിടത്തുക എന്ന് കേട്ടല്ലേ? വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇതിനകത്ത് ഒരു പ്രിഫിക്സ് നമ്മൾ ചേർക്കുകയാണ് മുമ്പില്. എന്താ? ഹൈപ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് ചേർക്കാണ്. ആൻഡ് ദ വേർഡ് ബിക്കം ഹൈപ്പർ വെന്റിലേഷൻ. അപ്പൊ എന്തായത്? വേർഡിന്റെ പേരെന്തായി? ഹൈപ്പർ വെന്റിലേഷൻ ആയി. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെഷീൻ which is used to increase the breath rate when it is low. അതായത് ആ ബ്രീത്തിങ്ങിന്റെ ലെവൽ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്ത്? നമ്മുടെ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, വെന്റിലേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ ഒപ്പം വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ ഇത് കുറച്ച് കൂടുതൽ ഒബ്സർവേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കിടക്കുക അല്ലെ? അങ്ങനെ വേർഡ് ഉണ്ട് മെഡിക്കൽ ടേംസിൽ. അല്ലാണ്ട് വെന്റിലേഷൻ അല്ല, മെഡിക്കൽ ടേംസിൽ. അതിന്റെ കൂടെ നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു ബിഗിനിങ്ങില് ഒരു പ്രിഫിക്സ് ചേർത്തപ്പോ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർലി ഡിഫറെന്റ് മീനിങ് ആയിട്ടുള്ള ഒരു വേർഡായി മാറി. അതൊരു മെഷീനായി മാറി. ബിക്കോസ് ആ വേർഡ് അങ്ങനെ ചേർക്കുന്നു. അങ്ങനെ പല മെഡിക്കൽ ടേംസുകളും ഉണ്ടാക്കാൻ വേണ്ടി പ്രിഫിക്സുകളും അതുപോലെ തന്നെ സഫിക്സ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു എന്താ പറയാ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കാം. അപ്പൊ പ്രിഫിക്സ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. A prefix means a word attached to the beginning of a word. അത് മാത്രമേ അത്രയും മതി. ബിഗിനിങ് ഓഫ് എ വേർഡ് എന്നുള്ളത് വരെ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ മെഡിക്കൽ വേർഡ് അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. when a medical word ventilation contains a prefix hyper, the word meaning is changed. hyper ventilation അത് ഉപയോഗിക്കുക അല്ല ശരി, അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ ഇതുകൂടി ചേർത്ത് ഫാർമസിയുടെ ബാക്കി വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേക്കാം. 1-2 പ്രാവശ്യം വെച്ച് വായിച്ചാലൊക്കെ കിട്ടും. വളരെ സിമ്പിൾ സാധനമാണ് ഇതൊക്കെ അല്ലേ? ആണോ? ഇനി നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ ആണ് പഠിക്കാനുള്ള. പ്രിഫിക്സ് കുറച്ചുണ്ട്, സഫിക്സ് കുറച്ചുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമ്മളത് മുഴുവനൊന്നും പഠിക്കില്ല. കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച്